ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. പോക്കിരിരാജയ്ക്ക് ശേഷം ഹിറ്റ് മേക്കർ വൈശാഖും നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും വീണ്ടും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. ദി ബ്ലഡ് ലൈൻ എന്ന ടാഗ് ലൈനോട് എത്തുന്ന ഈ ചിത്രം ഒരു സാധാരണ ക്രിമിനൽ കഥയല്ല. ഇത് സാമ്രാജ്യങ്ങളുടെയും ചോരയൊഴുക്കിയ പാരമ്പര്യത്തിൻ്റെയും അതിശക്തമായ പ്രതികാരത്തിൻ്റെയും കഥയാണ്. 2026 ഓണം റിലീസായി തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കാൻ പോകുന്ന ഈ ചിത്രത്തിൻ്റെ ഫുൾ സ്റ്റോറി ലീക്കുകളിലേക്കും ക്യാരക്ടർ ഡീറ്റെയിൽസിലേക്കും നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. കഥ തുടങ്ങുന്നത് ലണ്ടനിലാണ്. അവിടെ അതീവ ആഡംബര ജീവിതം നയിക്കുന്ന എന്നാൽ ബിസിനസ് ലോകത്ത് വിറപ്പിക്കുന്ന ഒരു യുവാവുണ്ട്, അമീർ അലി. കാണാൻ ഒരു പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ. എന്നാൽ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ കഥ മാറും. അമീർ അലി വെറും ഒരു ബിസിനസ്സുകാരനല്ല, മലബാറിലെ സ്വർണ്ണക്കടത്ത് സാമ്രാജ്യത്തിൻ്റെ അധീപനായിരുന്ന വലിയൊരു മാഫിയ തലവൻ്റെ മകനാണ്. പക്ഷേ അമീറിന് ഈ കള്ളക്കടത്ത് ബിസിനസ്സുകളോട് താല്പര്യമില്ലായിരുന്നു. അവൻ തൻ്റെ ജീവിതം ലണ്ടനിൽ പടുത്തുയർത്തി. അവിടെ അവന് കൂട്ടായി ലവ് ഇൻട്രസ്റ്റായി എത്തുന്നത് കൃതി ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. കഥ വളരെ സ്മൂത്തായി പോകുന്നതിനിടയിലാണ് നാട്ടിൽ നിന്ന് ആ വാർത്ത അമീറിനെ തേടിയെത്തുന്നത്. നാട്ടിൽ അമീറിൻ്റെ പിതാവ് നയിച്ചിരുന്ന ആ സ്വർണ്ണക്കടത്ത് സാമ്രാജ്യം ചില ശത്രുക്കളുടെ ചതിയിലൂടെ തകരുന്നു. പിതാവ് ക്രൂരമായി കൊല്ലപ്പെടുന്നു. ആ സാമ്രാജ്യവും അതിലൂടെ ഒഴുകിയ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും ദി ബ്ലഡ് ലൈൻ അഥവാ ആ ചോരയുടെ പാരമ്പര്യം ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്: പ്രതികാരം. തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും സ്വന്തം ചോരയുടെ വിളി കേട്ട് അമീർ അലിക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടി വരുന്നു. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ അമീർ അലി വന്നിറങ്ങുന്ന ആ ഒരു മാസ് എൻട്രി സീൻ ഉണ്ട് സുഹൃത്തുക്കളെ. തിയേറ്ററുകൾ കയ്യടി പൂരം തീർക്കുന്ന ഒന്നായിരിക്കും അത്. ജീൻസും സ്റ്റൈലിഷ് കോട്ടുമിട്ട് കയ്യിലൊരു സിഗരറ്റുമായി അമീർ അലി നടന്നു വരുമ്പോൾ വൈശാഖ് എന്ന സംവിധായകൻ്റെ മാസ് മേക്കിംഗ് ക്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിലെത്തിയ അമീറിനെ കാത്തിരുന്നത് വലിയൊരു മാഫിയ വലയമാണ്. വെറുമൊരു ലണ്ടൻ റിട്ടൺ പയ്യനെന്ന് കരുതി അമീറിനെ ഒതുക്കാൻ നോക്കിയ വില്ലന്മാർക്ക് തെറ്റി. ശാന്തനായിരിക്കുന്ന അമീർ അലിക്ക് ഉള്ളിൽ ഒരു അജ്ഞാനനായ, ആരെയും ഭയമില്ലാത്ത ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ജിനു വി എബ്രഹാമിൻ്റെ തിരക്കഥയിൽ അമീർ അലി എന്ന കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് ഒരു ഇൻവിസിബിൾ പേഴ്സൺ ആണ്. അതായത് തോൽവി എന്തെന്നറിയാത്ത നായകൻ. ശത്രുക്കളുടെ കോട്ടകളിലേക്ക് ഒറ്റയ്ക്ക് എരച്ചു കയറുന്ന അമീർ പിതാവിൻ്റെ പഴയ സാമ്രാജ്യം ഒന്നൊന്നായി തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു. സ്വർണ്ണക്കടത്തിലെ പുതിയ ഖലീഫ അഥവാ ചക്രവർത്തിയായി അമീർ അലി മാറുന്നതാണ് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയെ ആവേശഭരിതമാക്കുന്നത്. ഇനിയും വരാൻ പോകുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ആ വലിയ സർപ്രൈസ്. മലയാളത്തിൻ്റെ കമ്പൈൻഡ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടോ? സിനിമാ ലോകത്തു നിന്നുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമീർ അലിയുടെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ അതോ ലോകത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഗോഡ്ഫാദർ കഥാപാത്രമായോ ലാലേട്ടൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. വെറും ഒരു 5-10 മിനിറ്റ് റോൾ ആണെങ്കിൽ പോലും പൃഥ്വിരാജ് മോഹൻലാൽ ഒന്നിച്ചുള്ള ആ കോംബോ സ്ക്രീനിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പോക്കിരിരാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിയും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. കടുവയ്ക്ക് ശേഷം ജിനു വി എബ്രഹാം എഴുതുന്ന മാസ് ഡയലോഗുകൾ തിയേറ്ററുകളിൽ തീപ്പൊരി പാറിക്കും. കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിലും റിയലിസ്റ്റിക് ലൊക്കേഷനുകളിലും ലണ്ടനിലെ ഗ്ലാമറസ് ലൊക്കേഷനുകളിലും തമ്മിലുള്ള വിഷ്വൽ കോൺട്രാസ്റ്റ് ചിത്രത്തിന് വലിയൊരു അന്താരാഷ്ട്ര ലുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയിയുടെ സംഗീതമാണ്. ചോര തിളപ്പിക്കുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിരിക്കും ഈ ചിത്രത്തിൻ്റെ ജീവൻ. ചോരയും പാരമ്പര്യവും അധികാരവും ഒത്തുചേരുന്ന ഒരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ പാക്കേജ് ആയിരിക്കും ഖലീഫ. ഈ വരുന്ന ഓണം സീസണിൽ തിയേറ്ററുകൾ കീഴടക്കാൻ അമീർ അലിയും കൂട്ടുകാരും എത്തുമ്പോൾ റെക്കോർഡുകൾ പലതും വഴിമാറും എന്നതിൽ സംശയമില്ല. നിങ്ങൾ ഈ സ്റ്റോറി ലൈനിനെക്കുറിച്ചും ചിത്രത്തിലെ ലാലേട്ടൻ്റെ സാധ്യതയുള്ള കാമിയോയെക്കുറിച്ചും എന്താണ് തോന്നുന്നത്?
താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.